നിലപാടിന്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. എന്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം. വിപിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം. വിപിൻ എന്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഇതിൽ 3 അച്ഛന്മാരുണ്ട്, ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീശൻ? ഞാൻ പറഞ്ഞു, ഏത് ചെയ്താലായിരിക്കും, ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക? അത് രാജുവിന്റെ അച്ഛനാണ്. അപ്പൊ അങ്ങനെ വിപിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു. അത് 2 കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോ, ഈ സക്സസിന്റെ ഭാഗമായപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ വളരെ ത്രില്ലാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ്. അപ്പൊ നമ്മള് സഹകരിക്കണ്ടേ? ആവശ്യമില്ല. പക്ഷെ എന്റെ ഒരു രീതി അറിയാലോ. ഞാൻ പറഞ്ഞു, ഓക്കെ, ആ 3 രാത്രിയും അപ്പൊ എത്ര ഷോർട്സിലുണ്ടെന്നുള്ളതല്ല, ആ സോങ്ങിന്റെ ഭാഗമാകും. ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. പിന്നെ ഇതില് അസോസിയേറ്റ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുകേഷ് മേനോൻ എന്ന് പറയുന്നത് ലോങ് ബാക്ക് നിങ്ങളുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു പ്രൊഡ്യൂസർ എന്നതിനപ്പുറം ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള ഒരു എന്റെ നല്ല ഫ്രണ്ടാണ്. സാരഥിയെ തിരുവനന്തപുരത്ത് സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട്. സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം. അന്ന് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളില് നമ്മുടെ ബ്രില്യന്റ് വൊക്കാബുലറി ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ ആരാധകർ നിർഗളിക്കുക എന്നൊക്കെ പറയില്ലേ. പക്ഷെ അതിൽ അധികം അഹങ്കരിക്കില്ല. അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരു ആളാണ് ഇവിടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, എല്ലാത്തിനും മാക്സിമം റെസ്പെക്ട്, സ്നേഹം തരും. അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അത് ജഗദീഷ് ഉണ്ടായാലും ബൈജു ഉണ്ടായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ കേട്ടത് ഇതാണ് സംഭവം. അതിന് സുഖല്ലേ എന്ന് ചോദിക്കുന്നത് ആരെയും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വിപിൻ, ബാക്കിയുള്ള ക്യാമറാമാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും. കുഞ്ഞികൃഷ്ണ മാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി, ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു. കുഞ്ഞികൃഷ്ണ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിനിടയിൽ. ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതൊരു വലിയ വിജയമായി തീർന്നതിന്റെ സന്തോഷമുണ്ട്. പിന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറയുന്ന ചിത്രം ഞാനും വൈദ്യം കൂടെ കാണാൻ ഒരു അവസരം കിട്ടി. ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോ അതിലൊരു സീൻ വന്നപ്പോ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എന്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു. അത് തൊട്ടടുത്ത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ബൈജു കണ്ടിട്ട് എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.